നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതുപോലെ നല്ലൊരു കുഞ്ഞമ്മത്തി വറ്റിച്ചുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഉമ്മച്ചിൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് വേണ്ടത് കാന്താരി മുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടിയിട്ട് ഇതുപോലെ ഒന്ന് ക്രഷാക്കി എടുക്കണം കേട്ടോ. ഇനി മത്തൻ്റെ ഇലയിലാണ് ഇത് വറ്റിച്ചെടുക്കുന്നത് കേട്ടോ. കുഞ്ഞമ്മത്തി നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. മത്തൻ്റെ ഇല ഇതുപോലെ ഇങ്ങനെ കൈകൊണ്ട് മുറിച്ചെടുക്കുക. അതിൻ്റെ നാരൊന്നും കൂടാതെ ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് തുടങ്ങട്ടോ. അപ്പോൾ ഇതിനായിട്ടുള്ള നേരത്തെ മീൻ കായം തേച്ചിട്ടുള്ള ഒരു ചട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് നമുക്ക് നേരത്തെ അരപ്പുണ്ടാക്കിയിട്ടുണ്ടല്ലോ അതിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എരിവുള്ളതാണ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് നമ്മുടെ നെല്ലിക്ക പൊടിയാണ് കേട്ടോ. നെല്ലിക്ക ഉണക്കി പൊടിച്ചിട്ടുള്ള ആ ഒരു പൊടി. ഇനി നമുക്ക് ഒരു ചെറിയൊരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള കല്ലുപ്പും കൂടി ചേർത്ത് ഇനി നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ കൈകൊണ്ട് കുഴച്ചെടുക്കട്ടോ. ഇത് കൈകൊണ്ട് കുഴച്ചെടുത്ത് ഇങ്ങനെ ഒന്ന് രുചിച്ച് നോക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി മത്തൻ്റെ നമ്മൾ ഏത് പാത്രത്തിലാണോ വറ്റിക്കാൻ വെക്കുന്നത് അതിലോട്ട് അടിയിൽ അതിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ മീൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് പുളിവെള്ളം കുറച്ച് മാത്രം മതി കേട്ടോ. അതും കൂടി ഒഴിച്ച് കൊടുത്ത് വീണ്ടും നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ മത്തൻ്റെ ഇല വെച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ചില ആളുകൾ മത്തൻ്റെ ഇല നേരെ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ നാട്ടിൽ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഫുള്ളായിട്ട് വെന്ത് കഴിഞ്ഞാൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്താൽ സംഭവം സെറ്റായി. ഇത് മാത്രം മതി കേട്ടോ ചോറുണ്ണാനായിട്ട്. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പിക്ക് ചാനൽ ഫോളോ ചെയ്യണേ, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യണേ.